ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ യാത്ര അനവധി ദേവീക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിൽ ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ആചാര വൈവിധ്യങ്ങൾ കൊണ്ട് വ്യത്യസ്തത പുലർത്തുന്ന മുണ്ടയാംപറമ്പ് ശ്രീ തറക്കുമീറ്റൽ ഭഗവതി ക്ഷേത്രത്തിലെ മേടത്തിറ മഹോത്സവത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു വിശേഷങ്ങൾ നമുക്ക് വഴിയേ പറയാം. ഏകദേശം രാത്രി 7 മണിയോടുകൂടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങളാണ് ദേവിയെ കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ക്ഷേത്ര കവാടത്തിൽ നിന്ന് അല്പദൂരം നടക്കുവാനുണ്ട്. ഈ നടത്തത്തിനിടയിൽ മുണ്ടയാംപറമ്പ് എന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്ക് പറയാം. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്നും 10 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി അയ്യൻകുന്ന് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് മുണ്ടയാംപറമ്പ്. പുഴകളാൽ ചുറ്റപ്പെട്ട് കാവുകളാൽ അലങ്കൃതമായ ഈ ദേശത്തിൻ്റെ ഗ്രാമദേവതയായി ലോകമാതാവ് ശ്രീഭദ്രകാളി മുണ്ടയാംപറമ്പിലമ്മയായി ഇവിടെ കുടികൊള്ളുന്നു. ഉച്ചതിരിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെയോ ദേവതയുടെയോ നാമം ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം. അങ്ങനെ മിണ്ടാംപറമ്പ് കാലക്രമേണ മുണ്ടയാംപറമ്പായി എന്നാണ് വിശ്വാസം. ഇതുകൂടാതെ ചണ്ടമുണ്ടന്മാരെ ദേവി ഇവിടെ വെച്ചാണ് വധിച്ചതെന്നും അതിനാൽ മുണ്ടയാംപറമ്പ് എന്ന പേര് വന്നുവെന്നും പറയപ്പെടുന്നു. അസുര നിഗ്രഹത്തിനായി കൊട്ടിയൂർ പെരുമാളിൻ്റെ സന്നിധിയിൽ നിന്നും ഉത്ഭവിച്ച ദേവി അസുര നിഗ്രഹം ചെയ്ത് രൗദ്രഭാവത്തിൽ തന്നെ ഭക്തജന രക്ഷാർത്ഥം ഇവിടെ കുടിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ 3 തരത്തിലുള്ള പൂജാക്രമങ്ങളാണ് ഉള്ളത്. പ്രധാന ശ്രീകോവിലിൽ ബ്രാഹ്മണ പൂജയും തറക്കുമീറ്റൽ സ്ഥാനത്തെ കല്ലാടിയുടെ നേതൃത്വത്തിലുള്ള കർമ്മവും താഴേക്കാവിൽ കോമരത്തിൻ്റെ നേതൃത്വത്തിലുള്ള കർമ്മങ്ങളും നടക്കുന്നു. ഒരേ സമയം സാത്വിക പൂജയും കൗളാചാരപ്രകാരമുള്ള പൂജകളും ഇവിടെ നടക്കുന്നെന്നത് ഒരു പ്രത്യേകതയാണ്. സന്ധ്യാസമയം കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും നല്ല തിരക്കാണിവിടെ. ഞങ്ങൾ ആദ്യം പോകുന്നത് താഴേക്കാവിലേക്കാണ്. ഇതാണ് താഴേക്കാവ്. ഇവിടെ കോഴിയെ ബലി നൽകിയ ശേഷം ബലി നൽകിയ കോഴിയെ ഈ ക്ഷേത്ര സങ്കേതത്തിൽ വെച്ച് തന്നെ പാചകം ചെയ്ത് ഭക്തർ ദേവിക്ക് നിവേദിച്ച ശേഷം കഴിക്കുന്നു. അനവധിയായിരിക്കുന്ന ഭക്തർ ഇവിടെ കോഴിയെ ബലി നൽകുവാനും കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഭക്തർ നിവേദിക്കുന്ന മദ്യവും മാംസവും എന്നല്ല, ഈ ക്ഷേത്രപ്പറമ്പിലെ ഒരു കല്ല് പോലും ഈ ക്ഷേത്ര സങ്കേതത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല. കാരണം ഇവിടെയുള്ള ഓരോ അണുവിലും ദേവി വസിക്കുന്നുവെന്നാണ് സങ്കല്പം. അതിന് കാരണമായി പറയുന്ന ഒരു കഥയുണ്ട്. പണ്ട് കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും ഉത്സവത്തിന് വന്ന ഒരു സ്ത്രീ തിരിച്ചു പോകുമ്പോൾ ഈ ക്ഷേത്ര സങ്കേതത്തിൽ നിന്നും ഒരു കല്ല് വെറുതെ എടുത്തുകൊണ്ടുപോയി. പിന്നീട് അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പ്രശ്നചിന്ത നടത്തുകയും പ്രശ്നത്തിൽ ദേവീ സങ്കേതത്തിൽ നിന്നും കല്ലെടുത്തു വന്നപ്പോൾ ദേവിയും കൂടെ വന്നു എന്ന് കണ്ടു. ഇതിൽ നിന്നും ഈ ക്ഷേത്ര സങ്കേതത്തിലെ ഓരോ മൺതരിയിലും ദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഞങ്ങൾ താഴേക്കാവിൽ
കോഴിയെ ബലി നൽകി അത് ദേവിക്ക് നിവേദിച്ച് കഴിക്കുകയും തുടർന്ന് മേലേക്കാവിലേക്കുള്ള യാത്രയിലാണ്. ഇതാണ് മേലേക്കാവ്. പടികൾ ഓരോന്നും കയറി മുകളിൽ ചെല്ലുമ്പോൾ ഉഗ്രസ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ലോകമാതാവ് ശ്രീഭദ്രകാളി ഭക്തവത്സലയായി അഭീഷ്ടവരദായിനിയായി ഇവിടെ കുടികൊള്ളുന്നു. നിരവധി ഭക്തരാണ് ഇവിടെ ദേവിയെ ദർശിക്കുവാനായി എത്തിയിരിക്കുന്നത്. ഈ ശ്രീകോവിലാണ് സാക്ഷാൽ ലോകമാതാവ് ശ്രീഭദ്രകാളി ഉഗ്രസ്വരൂപിണിയായി കുടിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ദേവിയെ വലിയ തമ്പുരാട്ടിയായും ചെറിയ തമ്പുരാട്ടിയായും കെട്ടിയാടിക്കുന്നു. കൂടാതെ അറവിലാൻ തെയ്യം, പെരുമ്പേശൻ തെയ്യം, ഓലപ്പോതിയോർ, രാപ്പോതിയോർ, ഇവരുടെ മക്കൾ എന്നിങ്ങനെ 9 തെയ്യങ്ങൾ ഇവിടെ കെട്ടിയാടാറുണ്ട്. തെയ്യങ്ങൾക്കോ മറ്റു ചടങ്ങുകൾക്കോ ചെണ്ട ഉപയോഗിക്കാത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ മുണ്ടയാംപറമ്പ് തറക്കുമിത്തൽ ഭഗവതി ക്ഷേത്രം. വലിയ തമ്പുരാട്ടിയുടെ കോലമാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. നിത്യപൂജയില്ലാതെ ഇവിടെ എല്ലാ സംക്രമനാളിലും തറക്കുമീത്തൽ സ്ഥാനത്ത് കല്ലാടിയുടെ കലശവും എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും താഴേക്കാവിൽ കോമരത്തിൻ്റെയും പാട്ടാളിയുടെയും കാർമ്മികത്വത്തിൽ കലശവും ഉണ്ടാകാറുണ്ട്. സർവവിഘ്നങ്ങൾക്കും പരിഹാരമായി മറികൊത്തൽ ചടങ്ങ് നടക്കുന്നത് താഴേക്കാവിലാണ്. കൂടാതെ മണ്ഡലകാലത്തും പുത്തരി ദിവസവും നവീകരണ കലശ ദിനത്തിനും സംക്രമ ദിവസങ്ങളിലുമാണ് ഇവിടെ ക്ഷേത്രനട തുറക്കുന്നത്. മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ധനു 10, 11, 12 തീയതികളിൽ ധനുത്തിറ മഹോത്സവം ആഘോഷിക്കുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രയാണ് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത.
മേടം 13, 14, 15 തീയതികളിൽ നടക്കുന്ന ഉത്സവമാണ് മേടത്തിറ മഹോത്സവം. പതിനായിരങ്ങളാണ് മേടം 14-ന് ഇവിടെ എത്തിച്ചേരുന്നത്. ഇതുകൂടാതെ ചിങ്ങം സംക്രമനാളിൽ പടിക്കൽ തിറയും വർഷാവർഷം ക്ഷേത്രത്തോടനുബന്ധിച്ച് കാരണവന്മാരെ കെട്ടൽ തിറയും നടന്നു വരുന്നു. വലിയ തമ്പുരാട്ടിയുടെ ദർശനത്തിനായി അനവധി ഭക്തജനങ്ങളാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. ഈ ക്ഷേത്ര സങ്കേതത്തിൽ പ്രാർത്ഥന ചെയ്താൽ ആ പ്രാർത്ഥിച്ച കാര്യം മഹാമായയായ ദേവി നിറവേറ്റിത്തരുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ വന്ന് കള്ളം പറയുവാൻ ഒരു വ്യക്തികളും മുതിരാറില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം.